ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഇപ്പോൾ 60 വർഷമായി ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട്. പാർട്ടിക്ക് ഇപ്പോൾ അനിവാര്യമാണ് ഞാൻ അവരുടെ മത്സരിക്കണമെന്ന്. പാർട്ടി നിർബന്ധിച്ചാൽ ഞാൻ മത്സരിക്കാതെ തരമില്ല. അങ്ങനെ ഞാൻ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണ്. തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങിയിരിക്കുന്നത്. തലസ്ഥാനത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെപ്പോലല്ല. തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് തലസ്ഥാനത്ത്. അവർ നല്ല തീരുമാനമെടുക്കുക, നമുക്ക് അനുകൂലമായി വരും. സ്ഥാനാർത്ഥിയും തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാ പോരാട്ടം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി CPIയുടെ മുൻ MP പന്ന്യൻ രവീന്ദ്രനെ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻ MP ആണ്, അവസാനത്തെ CPIയുടെ MPയുമാണ്. ഇനി ഒരു CPI അക്കൗണ്ട് തിരുവനന്തപുരത്ത് തുറക്കുന്നതും പന്ന്യനിലൂടെ ആയിരിക്കും. തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി മത്സരിക്കുക. ആ ജയിക്കുന്നത് നമുക്ക് വേണ്ടി ജയിക്കാനല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങളൊക്കെ ജനങ്ങളെ പ്രതിനിധിയാണ്. പന്ന്യൻ രവി എന്ന പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് മത്സരിക്കുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ ജയിച്ചു വരാമെന്ന്. കാരണം നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമല്ലോ. തിരുവനന്തപുരത്ത് ഉള്ള ആളുകളെന്ന് പറയുന്നത് സാധാരണയുള്ള ആളുകളെപ്പോലല്ല. തിരുവനന്തപുരത്തുള്ള ആളുകളെപ്പോലെ ഇത്രമാത്രം വലിയ ചിന്തയുള്ള ആളുകൾ വേറെയില്ല. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തീർപ്പുണ്ടാവുമെന്ന് ഓരോ സംശയവും ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലോ, ഇവിടെ വന്നിട്ട് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ കേരളത്തിന് ചോദിച്ചതെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ കേന്ദ്രത്തിൻ്റെ വക്കീൽ പറഞ്ഞത് 13,008 കോടി രൂപ ഇപ്പോൾ കൊടുത്ത സംഗതി പുറത്തു തീർക്കാമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? കേരളം എന്ന് പറയുന്നത് ഫെഡറൽ ഭരണ സംവിധാനത്തിലൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിന് ന്യായമായും കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. അതിന് ചോദിക്കുമ്പം അത് തരാതെ കൊടുത്ത് എന്ന് വായ്ത്താരി കൊണ്ട് മാത്രം സംഗതി അവസാനിക്കില്ലല്ലോ. കേന്ദ്ര വിവേചനം മുന്നിൽ വെച്ച് തന്നെയായിരിക്കും പ്രചരണം നടത്തുന്നത്. കേന്ദ്ര വിവേചനം ഒരു മുഖ്യ കാര്യമാണ്. ഒന്ന് കേന്ദ്ര വിവേചനമാണ് ഈ സംസ്ഥാനത്ത്. മറ്റൊന്ന് രാജ്യം നേരിടുന്നൊരു വലിയ ഭീഷണിയാണ്. നമ്മുടെ രാജ്യത്തിൽ മതനിരപേക്ഷത ഇവിടെ ചവിട്ടിമതിക്കപ്പെടുന്നു. മതന്യൂനപക്ഷങ്ങൾ ഇവിടെ ആശങ്കയിലാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പൊതുവായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൂടി ചേർന്ന് പ്രതിഫലിക്കും. പന്ന്യൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നാൽ വളരെ നിർബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു എന്നൊരു പ്രചരണം പല ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? അല്ല, നിർബന്ധിച്ച് എന്ന് പറയുന്നത് അതിൽ ഭാഷയിൽ എങ്ങനെ ഉപയോഗിക്കാം? ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് ഇപ്പോൾ 60 വർഷമായി ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട്. ഇത്ര ദീർഘമായി കൊച്ചു വിദ്യാർത്ഥിയായിരിക്കും പാർട്ടി മെമ്പർഷിപ്പ് എടുത്താൽ. ഇത്രയും ദീർഘകാലത്തിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്ന ഒരാൾ ആ പാർട്ടിയുടെ അച്ചടക്കം പാലിക്കാൻ നമ്മളെ ബാധ്യസ്ഥനാണ്. പാർട്ടിയുടെ കടമ നിർവഹിക്കാനും ബാധ്യസ്ഥനാണ്. പാർട്ടിക്ക് ഇപ്പോൾ അനിവാര്യമാണ് ഞാൻ അവരുടെ മത്സരിക്കണമെന്ന്. പാർട്ടി നിർബന്ധിച്ചാൽ ഞാൻ മത്സരിക്കാതെ തരമില്ല. അങ്ങനെ ഞാൻ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണ്. തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഗോദായിൽ ഇറങ്ങിയിട്ട് തെരഞ്ഞെടുപ്പ് കഴിയോളം ഞാനിതിൻ്റെ കൂടെ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണും. പക്ഷേ തെരഞ്ഞെടുപ്പ് ഗോദായിൽ പൂർണ്ണമായിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ഒരു അങ്കത്തട്ടാണ്. അതെ, തീർച്ചയായിട്ടും. ഈ അങ്കത്തട്ടിൽ നേരത്തെ ജയിച്ചു വന്നതാണ് ഞാൻ. അതിനുശേഷം ഞാൻ ഇവിടുന്ന് എവിടെയും പോയിട്ടുമില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ സ്ഥിരമായി സ്ഥായിയായി തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരാൾ. വോട്ട് ചെയ്യണമെന്ന് ആളുകളോട് പറയാൻ വെക്കുന്ന ഒരു കാരണം എന്താണ്? ഈ തിരുവനന്തപുരം നിവാസവും സൗഹൃദവും അല്ല, തിരുവനന്തപുരം നിവാസവും സൗഹൃദവും മാത്രമല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ടല്ലോ മുമ്പിൽ. തിരുവനന്തപുരത്ത് ഏത് പ്രവർത്തനത്തിലും ഞാൻ മുമ്പിലുണ്ട്, എന്നും മുമ്പിലുണ്ട്. അതല്ലാതെ മറ്റ് എൻ്റെ സൗഹൃദമല്ല വിഷയം. ആ സൗഹൃദം എപ്പോഴും എല്ലാവരോടും ഉണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദമുണ്ട്. ആ സൗഹൃദമല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ഒരു പൊളിറ്റിക്സാണ്, രാജ്യത്തെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആ ചിന്തയിൽ നമ്മൾ വളരെ മുമ്പോട്ട് പോവും. അതിൽ നമ്മൾ ഈ കേരളത്തിൻ്റെ തലസ്ഥാനത്തെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എതിരാളിയായിട്ട് ആരെയാണ് കാണുന്നത്? ത്രികോണ മത്സരമാണ്. അല്ല, ഇതിൽ പ്രധാനമായും കോൺഗ്രസും എന്ന് പറഞ്ഞാൽ UDF നമ്മളുമാണ്. അതാ പ്രധാനമായും. ത്രികോണ മത്സരമുണ്ട്. അവരെക്കാളും നമ്മൾ കാണുന്നത് ഇവിടെ പ്രധാന കക്ഷി ഇവിടുത്തെ MP തന്നെയാണ്, ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥി. UDF തന്നെയാണ് പ്രധാന. പിന്നെ UDF സാന്നിധ്യം ഒരു ആശങ്കയുണ്ടോ? BJPയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ മത്സരിച്ചപ്പം BJPക്ക് ഇവിടെ കെട്ടിവെച്ച പണം പോയത് ആ കാലം. അവിടെ BJP എന്ന് പറയുന്ന പാർട്ടി ചരിത്രം ആവർത്തിക്കുന്ന പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ചിന്തിച്ചേ ചെയ്യും. അത് തലസ്ഥാനത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെപ്പോലല്ല.
തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ആ തലസ്ഥാനത്ത്. അവർ നല്ല തീരുമാനമെടുക്കുക, നമുക്ക് അനുകൂലമായി വരും. ശശിധരനെ സംബന്ധിച്ചിടത്തോളം ഒരു മൃദു ഹിന്ദുത്വം ഉണ്ടെന്നൊരു ആക്ഷേപമുണ്ട്. അതുകൂടി പ്രചരണത്തിൽ ഉപയോഗിക്കും. അതൊക്കെ ജനങ്ങൾക്കറിയാതെ, അതൊന്നും പ്രചരണത്തിന് വേറെ നമ്മൾ പറയണ്ട. ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഒരൊറ്റ വാക്കും പറയില്ല. അതല്ല നമ്മുടെ ആളുകൾ പറയേണ്ട കാര്യം തൊട്ട്. ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വാക്ക് പറയാറില്ല, ഒരിക്കലും പറയാറില്ല, ഇനിയും പറയില്ല. സ്ഥാനാർത്ഥിയും തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാ പോരാട്ടം. മറ്റേ നമ്മളെ പ്രവർത്തകന്മാർ പറയുന്നത് അത് അവരുടെ പൊതുവായ പ്രചരണത്തിൽ അവർ ഉന്നയിക്കുന്ന വിജയം ഉറപ്പാണ്. തീർച്ചയായിട്ടും ഉറപ്പാണ്.